ഹലോ ഗൈസ്, ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വാർത്ത, അവരെക്കുറിച്ചുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഡ്രഗ്സ്, സെക്സ്, നമ്മൾ ഈ വിപ്ലവത്തിൻ്റെയൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നല്ല രസമാണ്. MDMA ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഫുള്ള് എന്താ പറയുക, പീരിയഡ്സിൻ്റെ സമയത്ത് ബ്ലഡ് ഇങ്ങനെ പോകില്ലേ, ആ ബ്ലഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഡ്രഗ്സൊക്കെ അടിച്ചിട്ട് എന്നിട്ട് അതിലൊക്കെ ടച്ച് ചെയ്തിട്ട് അത്രയും പെർവേർട്ടുകളായ ഒരു 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 അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കാശാണെങ്കിൽ അങ്ങനെ, അതേപോലെ എന്താ പറയുക, ഭയങ്കര എന്തപ്പോൾ അതിന് പറയുക കേസേ, ഫ്ലസ്ട്രേഡ് എന്നുള്ള ലെവലിൽ മാംസം വിറ്റും ജീവിക്കുന്ന പെൺകുട്ടികൾ, അതുപോലെ ആണുങ്ങളാണെങ്കിൽ ഇത് കാശിൽ കുത്തിമറിയുക. അപ്പോൾ ഇതൊക്കെ വിപ്ലവമായിരിക്കൂലേ സംഗതികൾ. നിങ്ങളൊരു കാര്യം വെച്ചേക്ക്, വീട്ടുകാരൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചേക്കും. എത്ര ട്രാപ്പുകളിൽ പോയി ചാടുണ്ടാവും, ബോധമില്ലാണ്ട്, പബ്ബിലൊക്കെ ബോധമില്ലാണ്ട്, എന്തൊക്കെ എന്തൊക്കെ ഒരു അവസ്ഥയിൽ. നിങ്ങളെ ആളുകൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ഇവിടെ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് സംഭവം കുറേ ക്രിമിനൽ കേസുകളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേസുകൾ പലപ്പോഴും ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാഡായിട്ടുള്ള ഒരുപാട് ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ടാവുന്ന പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. കഞ്ചാവും പരിപാടികളും ഒക്കെ ആയിട്ട് ശരീരം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും, മൈൻഡ് ഔട്ടായിട്ടുണ്ടായിരിക്കും ഇല്ലേ. എന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു അവസ്ഥ ആലോചിച്ചേക്ക്. ഇതിനിടയ്ക്ക് ഏതൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മൂപ്പരുടെ കസിൻ അവിടുന്ന് നാട്ടിലേക്ക് വന്നപ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചാൽ തീരെ വയ്യാത്ര, അവിടെ അർമാദിച്ചിട്ടുള്ള ചെങ്ങായി അത്ര, അതായത് പട്ടി ചാവണ പോലെ ചാവും എന്നാണ് പറഞ്ഞത്, വയ്യാണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ വിപ്ലവം 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 എന്നൊക്കെ പറഞ്ഞിട്ടേ ഇതിൽ വമ്പൻ സ്രാവുകളൊക്കെ ആണല്ലോ. ഇങ്ങനെയുള്ള കുറേ മരുന്നുകളും സാധനങ്ങളൊക്കെ ആളുകൾ എത്തിക്കൊണ്ടും വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ടതും, ചില ആളുകൾ ഫെമിനിസം അങ്ങനെ നമ്മുടെ ഫ്രീ സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജാഗരൂകരായിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിതം കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ എത്തേണ്ട ഒരു കേസ്, അവസാനം വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടായി അങ്ങനെ എങ്ങനെ കെട്ടിത്തൂങ്ങി ചാവേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടായിരിക്കും. അബോർഷനൊക്കെ വളരെ സ്വാഭാവികമായിട്ടാണ് അവിടെ നടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അബോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ നമുക്കിങ്ങനെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ കേസ്, നമ്മളത് പലപ്പോഴും അത് പറയൂല. നമ്മൾ ശരിയാണ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. പക്ഷേ ഈ അടിച്ചുപൊളിയുടെ ഇടയിൽ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ വേറെ കുറേ ഇതിലും പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ ഇപ്പോൾ കേൾക്കണതാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് വന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കേസ്.